കമന്റ് ബോക്സിൽ എന്താണ് എന്നെക്കുറിച്ച് എഴുതിയത് എന്നോ വ്യൂവേഴ്സ് എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതാണ് കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ വീഡിയോക്ക് 2 മില്യൺ വ്യൂവേഴ്സ് വിതിൻ 2 മിനിറ്റ്സ് കൊണ്ട് കിട്ടിയോണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് വല്ല ഇളവുണ്ടാവോ? അള്ളാഹ് പറയാ, നിന്റെ മൊത്തം വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തു മോനെ, എമ്മാതിരി വ്യൂവേഴ്സ് ആണ് എനിക്ക്, ഫാൻസ് എമ്മാതിരി, നിന്നെ തൊടാൻ തന്നെ എനിക്ക് പേടിയാന്നുള്ള അറിയോ? എന്താ കാര്യം? തെറിപ്പാട്ട് പാടിയ വീഡിയോസിന് മില്യൺസ് ഉണ്ടാവും വ്യൂവേഴ്സ്. വലിയ ആലിമീങ്ങളുടെ മുഷാവറങ്ങളുടെ ഫിഖ് ക്ലാസ്സിന് 87 ആളെ ഉണ്ടാവുള്ളൂ. മുല്ലാലിൽ ഖാരി തങ്ങൾ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ആലിമ് വലിയ ആള് എന്ന് പറഞ്ഞ സ്റ്റേജുമ കയറിയ ആളാണ്, അത്രേ ഉള്ളൂ. വ്യൂവേഴ്സിന്റെ കൺസേൺ അല്ല നമുക്ക് ഉണ്ടാവുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. നീ ഒരു ഒട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കണ പോലെ നിസ്കരിച്ചാൽ മതി. ഒട്ടകം നിന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ സൂറത്ത് വലുതാക്കുവോ? ദുആ നീട്ടോ? ഇല്ലാലോ. അതേപോലെ എല്ലാവരെയും അങ്ങനെ വിചാരിച്ചിട്ട് നിസ്കരിച്ചാളി എന്ന് പറഞ്ഞാൽ, മലയാളം ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തി ഓതി സൂറത്ത് ഓതാതെ റുക്കോയ്ക്ക് പോയി. 2ാമത്തെ റക്അത്തിൽ ആരോ വേക്കിന്ന് തോണ്ടിയപ്പോൾ അലം തറ കീഫ പാസ്സായി. അതെന്തിനാ അലം തറ കീഫ പാസ്സാക്കിയത്? ബേക്കിലെ ആളുള്ളതുകൊണ്ട്. എന്നിട്ട് 1ാമത്തേൽ ഓതാൻ ബേക്കിലെ ആളില്ലാത്തതുകൊണ്ട്. അപ്പം നീയല്ലേ ഫസ്റ്റ് പറഞ്ഞ ലില്ലാഹി, മുമ്പിലുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്. പച്ച കളവറിയരുത് കേട്ടോ, സത്യം പറഞ്ഞിട്ടില്ലെങ്കിലും കളവറിയരുത്. അങ്ങനെ മഅ്മൂം ഉണ്ടെങ്കിൽ സൂറത്ത് സുന്നത്ത്, മഅ്മൂം ഉണ്ടെങ്കിൽ ജമാഅത്ത് തുടങ്ങാം അല്ലേ, ബാങ്ക് കൊടുക്കാം. അങ്ങനെ ഒരു ബാങ്ക് സുന്നത്ത്, അങ്ങനെ ഒരു സുന്നത്തില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ലോകത്തേക്കാണ് നമ്മൾ വരേണ്ടത്.